അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റാഹത്താണെന്ന് മനസ്സിലാക്കുന്ന അല്ലാഹു തആല സന്തോഷം റാഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. രണ്ടാമത്തെ പാർട്ടിന്റെ 13ാമത്തെ പാഠത്തിലാണ് നമ്മളുള്ളത്. അൽ വഹദത്തു സാലിസത്ത് അശറ, പാഠം 13. അൽ ഇഹ്തിറാം. ഇഹ്തിറാം എന്ന് പറഞ്ഞാൽ ആദരവ് നൽകുക, ബഹുമാനം കൊടുക്കുക എന്നുള്ളതാണ്. റെസ്പെക്ട് നൽകുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മളുടെ ഉമ്മാക്കും നമ്മളുടെ വാപ്പാക്കും അതേപോലെ തന്നെ നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതായ ഉസ്താദുമാർക്ക് ബഹുമാനം നൽകുക എന്നുള്ളതാണ്. ഉപ്പ, ഉസ്താദ് വരുന്നുണ്ട്, സ്വാലിഹ് പറഞ്ഞു. ഉപ്പാനെ വിളിച്ചുകൊണ്ട് മകൻ വിളിച്ചു പറയുകയാണ്, ഉസ്താദ് വരുന്നുണ്ട്. ആരാണ്? മകന്റെ പേരെന്ത്? സ്വാലിഹ്. ആ സ്വാലിഹാണ് പറയുന്നത്. മുറ്റത്ത് കളിക്കുകയായിരുന്ന അവൻ കൈകാലുകൾ കഴുകാനായി ഓടി. ഉപ്പ എഴുന്നേറ്റ് നിന്നു. ഈ സ്വാലിഹ് മോൻ വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആര് വന്നത്? ഉസ്താദ് വന്നത്. അപ്പോഴാണ് അദ്ദേഹം പെട്ടെന്ന് ഓടിപ്പോയി. എന്തിനു വേണ്ടിയാ ഓടിപ്പോയത്? കൈയും കാലും നല്ല വൃത്തിയായി കഴുകാൻ വേണ്ടിയാണ് ഓടിപ്പോയത്. ഉപ്പയാണെങ്കിൽ എന്ത് ചെയ്തു? എഴുന്നേറ്റു നിന്നു. എന്തിനു വേണ്ടിയാണ് എഴുന്നേറ്റ് നിന്നത്? ഉസ്താദ് വന്നു എന്നതുകൊണ്ടാണ് എഴുന്നേറ്റ് നിന്നത്. ഉസ്താദ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് സലാം പറഞ്ഞു. ഉപ്പ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് സലാം പറഞ്ഞപ്പോ ഉപ്പ സലാം അടക്കി. എങ്ങനെയാണ് സലാം പറയാ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പ എങ്ങനെയാണ് സലാം മടക്കുന്നത്? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദിന്റെ കൈ പിടിച്ചുകൊണ്ട് ഉപ്പ സോഫയിൽ ഇരുത്തി. ഉപ്പ ഉസ്താദിന്റെ അടുത്ത് വിനയത്തോടെ ഇരുന്നു. ശബ്ദം താഴ്ത്തി ഉസ്താദിനോട് സംസാരിച്ചു. ഉപ്പ എന്താണ് ചെയ്തത്? ഉസ്താദിന്റെ കൈ പിടിച്ചുകൊണ്ട് നേരെ വീട്ടിന്റെ അകത്ത് പോയി. അവിടെ നല്ലൊരു സോഫയുണ്ടായിരുന്നു. ആ സോഫയിൽ ഉസ്താദിനെ ഇരുത്തുകയാണ് ചെയ്തത്. എന്നിട്ട് ഉപ്പ എന്ത് ചെയ്തു? ഉസ്താദിന്റെ അടുത്ത് തന്നെ നല്ല വിനയത്തോടുകൂടെയാണ് ഇരുന്നത്. പിന്നെ വലിയ ശബ്ദത്തിലല്ല സംസാരിച്ച്, നല്ല ചെറിയ ശബ്ദത്തിലാണ് സംസാരിച്ചത്. അപ്പൊ നമ്മളുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാര് വന്നു കഴിഞ്ഞാല് നമ്മളും ഇതേപോലെ എന്ത് ചെയ്യണം? അവരുടെ കൈ പിടിച്ച് വീട്ടിന്റെ അകത്തേക്ക് കൊണ്ടുപോയി സോഫയില് ഇരിക്കാൻ പറ്റിയതായ സ്ഥലം എവിടെയൊക്കെ ഉണ്ടോ അവിടെയാണ് നമ്മൾ ഇരുത്തേണ്ടത്. അതേപോലെ തന്നെ നല്ല വിനയത്തോടു കൂടിയാണ് അവരോട് നമ്മൾ സംസാരിക്കേണ്ടത്. ഇത് സ്വാലിഹിനുള്ള സമ്മാനമാണ്. അവൻ കൃത്യമായി ഹോംവർക്കുകൾ ചെയ്യാറുണ്ട്. ഉസ്താദ് സ്വാലിഹിനെ വിളിച്ചു സമ്മാനം നൽകി. ഉസ്താദ് വരുന്ന സമയത്ത് വെറും കയ്യിലല്ല വന്നത്, ഒരു സമ്മാനവുമായിട്ടാ വന്നത്. ആ സമ്മാനം ആർക്ക് വേണ്ടിയാ കൊടുത്തത്? സ്വാലിഹ് മോനിക്ക്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ സമ്മാനം കൊടുത്തത്? സ്വാലിഹ് മോന് മദ്രസയിൽ പഠിച്ച വിഷയങ്ങളെല്ലാം കൃത്യമായിട്ട് വീട്ടിൽ ഹോംവർക്കുകളെല്ലാം ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സമ്മാനം കൊടുത്തത്. ഉമ്മ ചായയും പലഹാരങ്ങളും തയ്യാറാക്കി. സ്വാലിഹും ഉപ്പയും ഉസ്താദിന്റെ കൂടെ ഇരുന്ന് ചായ കഴിച്ചു. ശേഷം ഉസ്താദ് ദുആ ചെയ്തു. എല്ലാവരും ആമീൻ പറഞ്ഞു. നമ്മളുടെ വീട്ടിലേക്കും ആരെങ്കിലും വിരുന്നുകാർ വന്നു കഴിഞ്ഞാല് അവർക്ക് കുടിക്കാനും കഴിക്കാനും നമ്മൾ വല്ലതും കൊടുക്കാറുണ്ടല്ലോ. അതേപോലെ ഉമ്മ നല്ല രീതിയിൽ ചായയും പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കുകയും അവിടെ സ്വാലിയും ഉപ്പയും ഉസ്താദ് മൂന്നാളും ചേർന്ന് ഒരുമിച്ച് ഇരിക്കുകയും അതേപോലെ തന്നെ ചായ കുടിക്കുകയും ചെയ്യുകയാണ്. അതിനു ശേഷമാണ് ഉസ്താദ് ദുആ ചെയ്തു. എല്ലാവരും ആമീൻ എന്ന് പറഞ്ഞു. ഉസ്താദ് യാത്ര പറഞ്ഞു.
വീണ്ടും ഉസ്താദ് തിരിച്ചു പോവുകയാണ്. സ്വാലിഹും ഉപ്പയും ഗേറ്റ് വരെ ഉസ്താദിനെ അനുഗമിച്ചു. നമ്മളുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാർ വന്നാൽ അവർ തിരിച്ചു പോകുന്ന സമയത്ത് അല്പമെങ്കിലും നമ്മൾ അവരോട് കൂടെ ഒന്ന് നടക്കുക എന്നുള്ളത് അത് ഒരു വിരുന്നുകാരെ സൽക്കരിക്കുന്നതിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ് എന്ന് നമ്മൾക്ക് ഈ പാഠത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഈ പാഠം മുഴുവനായി 3 പ്രാവശ്യം നല്ല വൃത്തിയിലായി നിങ്ങൾ വായിക്കണം. അടുത്ത പേജ് നോക്കാം. നഖറൗ വനക്തുബ്, വായിക്കുകയും എഴുതുകയും ചെയ്യണം. ഉസ്താദ്, സ്വാലിഹ്, ദുആ, സലാം, ഇതെല്ലാം അറബി പദങ്ങളാണ്. ഇതെല്ലാം നമ്മളിത് നേരെ താഴെയുള്ളതായ ലൈനിൽ നല്ല വൃത്തിയായി എഴുതണം. ഇതിന്റെ നേരെ രണ്ടാമത്തെ ലൈനിൽ വരുന്നതായ പദങ്ങളെല്ലാം അറബി മലയാളത്തിന്റെ പദങ്ങളാണ്. വരുന്നു, മുറ്റം, ഓടി, ഇരുത്തി, ഇതും നമ്മൾ ഇതിന്റെ നേരെ താഴെ എഴുതേണ്ടതാണ്. മൂന്നാമത്തെ ലൈന് ഉപ്പ, അതിഥി, ചായ, പലഹാരങ്ങൾ, ഇതും ഇവിടെ എഴുതണം. വിളിച്ചു, ശബ്ദം, താഴ്ത്തി, അടുത്ത്, ഇതും ഇവിടെ താഴെ കാണുന്നതായ ലൈനിൽ എഴുതേണ്ടതാണ്. അവസാനത്തെ ഭാഗമാണ് നുജീബ്, ഉത്തരം പറയുക. ആരെയെല്ലാം ആദരിക്കണം? നമ്മൾ ബഹുമാനിക്കേണ്ടത് ആരൊക്കെയാണ്? ഉമ്മയെയും വാപ്പയെയും ഉസ്താദിനെയും അതേപോലെ തന്നെ മുതിർന്ന ആളുകൾ, വലിയ ആളുകളെയും എല്ലാം നമ്മൾ നല്ലോണം ബഹുമാനിക്കണം. നമ്മളെ വീട്ടിലുള്ളതായ ഉപ്പാപ്പ, ഉമാമ, അവരൊക്കെയും നമ്മൾ ആദരിക്കേണ്ടതാണ്. രണ്ടാമത്തെ ചോദ്യം, ഉപ്പ ഉസ്താദിനെ ആദരിച്ചത് എങ്ങനെ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, കൈകൾ പിടിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി സോഫയിലിരുത്തി വിനയത്തോട് സംസാരിച്ചു, അല്ലെ? അങ്ങനെയാണ് ഉപ്പ ഉസ്താദിനെ ആദരിച്ചത്. മൂന്നാമത്തെ ചോദ്യം, അതിഥിയോട് കാണിക്കേണ്ട അദബുകൾ എന്തെല്ലാം? നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചു കഴിഞ്ഞു. അവർ വരുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കണം, അതേപോലെ തന്നെ അവർ സ്വീകരിക്കണം, സലാം പറഞ്ഞാൽ സലാം മടക്കണം, അവർക്ക് കുടിക്കാനും കഴിക്കാനും ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കണം, തിരിച്ചു പോകുന്ന സമയത്ത് അവരോട് കൂടെ പകുതി വഴി വരെ നമ്മൾ പോകണം. ഈ രീതിയിലാണ് നമ്മൾ സൽക്കരിക്കേണ്ടത്. അല്ലാഹു തആല ഈ പാഠം കൂടുതലായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.